അങ്ങനെ ഞാനും ഉണ്ടാക്കിട്ടോ മാമ്പഴ പുളിശ്ശേരി. മാങ്ങാക്കാലല്ലേ, 4-5 മാങ്ങ എടുത്ത് ഞാനും അങ്ങോട്ട് തുടങ്ങി. ചട്ടിയൊക്കെ വെച്ചു, മാങ്ങ ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ചു. പിന്നെ ശർക്കര വേറൊരു പാത്രത്തിൽ വെച്ച് നന്നായിട്ട് ഉരുക്കിയെടുത്ത് ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു. പിന്നെ അതിന് ശേഷം ഒരു നുള്ള് നെയ്യ്, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടോ. പിന്നെ അതേപോലെ തന്നെ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്ത് കറിവേപ്പില ഇട്ടു. പിന്നെ അതൊന്ന് നന്നായിട്ട് തിളച്ച് വറ്റിയതിന് ശേഷം കടുക് വറ ചട്ടിയെടുത്ത് അതിലേക്ക് ഉലുവ, കടുക്, വറ്റൽമുളക് നന്നായിട്ട് മൂപ്പിച്ച് അതേപോലെ തന്നെ അതും കൂടെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ആഡ് ചെയ്തു. എന്താ ഒരു സ്മെല്ല്! എന്തായാലും സൂപ്പറാട്ടോ. അങ്ങനെ സംഭവം സെറ്റായി. എൻ്റെ മാമ്പഴ പുളിശ്ശേരി ഇതാ കിടക്കുന്നു.